ഹലോ അസ്സലാമു അലൈക്കും. എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഉച്ചക്കത്തെ ചോറും കറിയും നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്താണ്. അപ്പോൾ നമ്മൾ ചമ്മന്തിയാണ് ആദ്യം ഉണ്ടാക്കാൻ പോണത്. മാങ്ങയും ഇഞ്ചിയും മിക്സിയുടെ ജാറൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഉള്ളി ഉണ്ടെങ്കിൽ ഉള്ളി ഞാൻ സവാളയാണ് ഒരു കഷ്ണം ഇട്ടിരിക്കുന്നത്. പിന്നെ 2-3 വറ്റൽമുളക് ഒരു 3-4 ഇട്ടിട്ടുണ്ട് നമുക്ക് എരിവിന് ആവശ്യമായിട്ടുള്ളത്. പിന്നെ കുറച്ച് തേങ്ങയും കൂടി ഇട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടിട്ട് ഇത് അരച്ചെടുക്കാം. ഇതുപോലെ ഒന്ന് മാങ്ങ ചമ്മന്തി അരച്ച് കൊണ്ടിട്ടോ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ആദ്യം മാങ്ങയൊക്കെ ഒന്ന് ചതച്ചെടുത്തിട്ട് തേങ്ങ ഇട്ട് കൊടുത്താലും മതി കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഇട്ട് കൊടുക്കുകയും ചെയ്തു. അപ്പോൾ അത് അരഞ്ഞ് കിട്ടിയിട്ടില്ല, ശരിക്കും അരഞ്ഞിട്ടില്ല. അപ്പോൾ ഞാനത് ഒന്നും കൂടി അരച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മളെ ചമ്മന്തി ചോറിന് ഈ ഒരു കൂട്ടാൻ മാത്രം മതി അല്ലേ. ഈ മാങ്ങ ചമ്മന്തി നല്ല ചോറുണ്ടെങ്കിൽ തന്നെ നമുക്ക് കുശാലാണ്. പിന്നെ നമ്മളിതാ ഒരു പച്ചക്കറി ഉപ്പേരി ഉണ്ടാക്കുന്നുണ്ട്. കാബേജ്, ക്യാരറ്റ്, ബീൻസ് എല്ലാം പച്ചക്കറികളും കൂടി ഇട്ടിട്ട് ഉപ്പേരി ഉണ്ടാക്കുന്നുണ്ട്. അപ്പം അങ്ങനെ നമ്മളെ ഉപ്പേരി ഇതാ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് കുറച്ച് തേങ്ങയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. മഞ്ഞൾപ്പൊടിയും തേങ്ങയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഉപ്പേരി റെഡിയായി. നല്ല ടേസ്റ്റാണ് ഇങ്ങനെ ഉപ്പേരി ഉണ്ടാക്കിയാൽ. അപ്പോൾ നമ്മൾ ചോറും കറിയൊക്കെ നിങ്ങൾക്ക് കണ്ട് ഇഷ്ടപ്പെട്ട കൂട്ടുകാരെ, നമ്മളെ മാങ്ങ ചമ്മന്തി, കാബേജ് ഉപ്പേരി, പിന്നെ രസം, പിന്നെ ഉണക്ക മാന്തൾ, പിന്നെ മത്തനുകൊണ്ടൊരു കറി ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഉച്ചയൂണ് ഇതൊക്കെയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടൊന്ന് ലൈക്ക് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്ന പുതിയ കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഇതുപോലെ നിങ്ങളൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കട്ടോ. പിന്നെ 4 മണി ചായക്ക് നമ്മൾ ചക്ക വേവിച്ചാണ് കേട്ടോ. ഉച്ചക്ക് കൂട്ടാനുണ്ടാക്കിയിട്ടില്ല. അപ്പോൾ 4 മണിക്ക് ഇത് നമുക്ക് വേവിച്ചാന്ന് പറഞ്ഞിട്ട് ഞാനത് ഒക്കെ കൊത്തി അടത്തിയിട്ട് എടുത്ത് വെച്ചു കേട്ടോ. 4-5 മണിയൊക്കെ ആയിട്ടാണ് പിന്നെ ഞാനിതുമ്പോൾ തൊടുന്നത്. അപ്പോൾ നമുക്ക് കാപ്പിക്ക് വേവിച്ചാനൊക്കെ നല്ലതാണ് കേട്ടോ. ഇതിൽ വേറെ കൂടുതൽ ചേരുവകകളും ഒരു മെനക്കേടും ഇല്ല. ഇത് ഉണ്ടാക്കാൻ സിമ്പിളാണ്. അപ്പോൾ ചക്ക നിങ്ങൾക്ക് നൈസിൽ അരിയാൻ വയ്ക്കുവെച്ചാൽ അരിഞ്ഞെടുത്തോളിട്ടോ. എനിക്ക് ഇങ്ങനെ നൈസിലൊന്നും അരിയാനൊന്നും വയ്ക്കില്ല. ഞാൻ ഒക്കെ ചീന്തി കൂട്ടാനാണ് വെക്കണമെങ്കിൽ ഞാൻ ചിലപ്പോൾ കുരു കൊടുക്കാൻ അങ്ങനെ ഇടും കേട്ടോ. അങ്ങനെ ഉണ്ട് വേവിച്ചിട്ടാണ്ട് ഉടച്ചെടുക്കും. ഈ ചക്ക പിന്നെ നല്ല വേവുന്നതാണ്, അതുകൊണ്ട് എങ്ങനെ ഇട്ടാലും കുഴപ്പമില്ല. ഞാൻ അതുകൊണ്ട് അതുപോലെയൊക്കെ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് നൈസിൽ അരിയാൻ വയ്ക്കുന്നുണ്ടെങ്കിൽ നൈസിൽ അരിഞ്ഞെടുത്തോളി. അപ്പോൾ അത് ഞാനിതാണ്ടോ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഗ്യാസിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക. അപ്പം ഞാൻ കുറച്ച് തേങ്ങ ഒന്ന് ചിരണ്ടി എടുക്കുകയാണ്. അത് വെന്ത് വരുമ്പോഴത്തേന് നമുക്ക് വേകുമ്പോഴത്തേനല്ല കേട്ടോ, ആദ്യം തേങ്ങയും കൂടി ഇട്ടിട്ട് വേണം വേവിക്കാൻ. അപ്പം ഞാനത് മറന്നുപോയി ആദ്യം തേങ്ങ ചിരണ്ടി വെക്കാൻ. അപ്പം അങ്ങനെ നമ്മളിതാ തേങ്ങയൊക്കെ ഒന്ന് ചിരണ്ടി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് അതിൻ്റെ മേലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിൽ വേറെ ഒന്നും ഇട്ട് കൊടുക്കണ്ട കേട്ടോ, വേറെ ഉപ്പും തേങ്ങയും മാത്രം മതി. അപ്പം നിങ്ങൾ വിചാരിച്ച് ഈ ഉപ്പും തേങ്ങയും മാത്രം ഇട്ടിട്ട് ഈ ചക്ക എന്ത് ടേസ്റ്റ് ഉണ്ടാവുകയെന്ന്. പക്ഷെ നിങ്ങൾ ഒരു പ്രാവശ്യം ഒന്ന് ഉണ്ടാക്കി നോക്കിട്ടോ, നല്ല ടേസ്റ്റാണ്. ആ ചക്ക ഇങ്ങനെ ആവി വരുമ്പോൾ തന്നെ തേങ്ങൻ്റെയും ചക്കൻ്റെ ഒക്കെ കൂടിയിട്ടുള്ള ആവി വരുമ്പോൾ നമുക്ക് ഇങ്ങനെ നല്ല കൊതിയാവും കേട്ടോ കഴിക്കാൻ. ഇതിലിപ്പോൾ കറിയൊക്കെ കൂട്ടി കഴിക്കണമെങ്കിൽ നമുക്ക് ചിക്കൻ കറിയോ ബീഫ് കറിയോ മീൻ കറിയൊക്കെ ഉണ്ടെങ്കിൽ നല്ലതാണ്. ഇവിടെ ഇപ്പോൾ അതൊന്നുമില്ല. ഇനി ഇല്ലെങ്കിൽ ചമ്മന്തിയോ ഒക്കെ കൂട്ടിയിട്ടും കഴിക്കാം കേട്ടോ അങ്ങനെ ഉണ്ടാക്കിയാൽ. അപ്പോൾ നല്ല കട്ടൻ കാപ്പിൻ്റെ കൂടെയും പറ്റും. ഞാൻ അങ്ങനെ പറഞ്ഞ് നിങ്ങളെ കൊതിപ്പിച്ചല്ല. അപ്പോൾ ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കുക. വെള്ളം പോരാ തോന്നിയപ്പോൾ ഞാൻ ഒരു അര ഗ്ലാസും കൂടി ഒഴിച്ച് കൊടുത്തിട്ട്, ഇതിപ്പോൾ ചെറുതായിട്ട് നൈസിൽ അരിഞ്ഞെടുത്തിട്ടാണെങ്കിൽ നമ്മൾ ആ ഒഴിച്ച് കൊടുത്ത വെള്ളം കൊണ്ട് തന്നെ അത് ആവി കയറിയിട്ടുണ്ടാവും. അപ്പോൾ ഇത് കുറച്ച് വലിയ കഷ്ണങ്ങളായതുകൊണ്ട് ആവി കയറാൻ കുറച്ച് പ്രയാസമായിട്ട്. അപ്പോൾ അങ്ങനെ ഞാൻ 2-3 പ്രാവശ്യം ഇങ്ങനെ ഇളക്കിയിട്ട് കൊടുത്തിട്ട് അടുക്കി പിടിച്ചാതെ ചെറിയ തീയിലിട്ട് സിമ്മിലിട്ടിട്ടാണ് വേവിച്ചെടുക്കുന്നത്. അപ്പം നമ്മളെ ചക്കയൊക്കെ കണ്ടോ നന്നായിട്ട് തന്നെ വെന്തിട്ടുണ്ട്. അപ്പം ചക്ക ഉള്ളവരൊക്കെ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കട്ടോ. ഇല്ലാത്തവരിപ്പോൾ കണ്ടിരിക്കല്ലാതെ എന്താ ചെയ്യല്ലേ. എനിക്ക് ചക്ക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാട്ടോ. നമ്മൾ ബിരിയാണി മന്തി എന്നൊക്കെ പറഞ്ഞാൽ എനിക്കിഷ്ടമല്ല. എനിക്ക് ചക്കയാണ് അധികം ഇഷ്ടം. അപ്പോൾ അതിൻ്റെ കൂടെ കറിയൊന്നും വേണമെന്നില്ല, വെറും ചക്കക്കൂട്ടാനും ചോറാണെങ്കിലും ഞാൻ കഴിക്കൂട്ടോ. അപ്പോൾ നമ്മളെ ചക്ക അതാണ്ട 3-4 പ്രാവശ്യം ഇപ്പോൾ ഇളക്കി ഇട്ട് കൊടുത്തിട്ട് ചക്ക റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഈ കോലോട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കുകയാണ്. അപ്പോൾ അടിക്കൊന്നും പിടിച്ചിട്ടില്ല. നമ്മൾ കപ്പ വെച്ചിട്ട് ഇതുപോലെ ഉണ്ടാക്കൂലേ, പിന്നെ പാൽച്ചേമ്പ് ഒക്കെ വെച്ചിട്ട് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കും കേട്ടോ. അപ്പം
അപ്പോൾ ഞാൻ എന്തായാലും ഇത് ചായൻ്റെ കൂടെയാണ് കഴിക്കാൻ പോണത്. അപ്പോൾ നമുക്ക് കുറച്ചൊരു പാത്രത്തേക്ക് ഒന്ന് വിളമ്പിയെടുക്കാം. അപ്പോൾ അതാണ്ട് നന്നായിട്ട് തന്നെ വെന്തിട്ടുണ്ട്. നല്ല മണം വരുന്നുണ്ട് കേട്ടോ, കൊതിപ്പിക്കണ മണമാണ്. വേണമെങ്കിൽ ഇപ്പോൾ വേണ്ടവർക്ക് പച്ച വെളിച്ചെണ്ണ കറിവേപ്പിൻ്റെ ഇലയൊക്കെ ഇട്ടാൽ അതിൻ്റെ ഒരു മണം ഉണ്ടാകും. അപ്പോൾ ഈ ചക്കൻ്റെ മണം കിട്ടൂല കേട്ടോ. അപ്പോൾ ഞാനൊരു ഡവർ എടുത്തിട്ട് അതിലേക്ക് കുറച്ച് വിളമ്പിയെടുക്കുകയാണ് ചായൻ്റെ ഒപ്പം കഴിക്കാൻ. കുട്ടികൾക്കൊന്നും അത്ര ഇഷ്ടമൊന്നും അല്ല കേട്ടോ, അവർക്ക് ചക്ക പഴുത്തതൊക്കെ ഇഷ്ടമുള്ളൂ. എന്നാലും എല്ലാവരെയും കൊണ്ടും ഞാനിത് തീറ്റിച്ചു കേട്ടോ. അപ്പം നമുക്ക് നല്ല കട്ടൻ കാപ്പിയൊക്കെയാണ് ഇതിന് വേണ്ടത്. പക്ഷേ ഞാൻ പാൽച്ചായ ഉണ്ടാക്കിയതുണ്ടായിരുന്നു, അത് കൂട്ടിയിട്ടാണ് കഴിക്കുന്നത്. ഇപ്പോൾ ഒരു 6:30 വാങ്ങി കൊടുക്കണൊക്കെ നേരമായിട്ടുണ്ട് കേട്ടോ. എന്തായാലും നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. അപ്പോൾ നമ്മളെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ഇൻഷാ അല്ലാഹ് അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.